തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയിൽ അടിമുടി മാറ്റം. നിലവിൽ സ്കൂളിൽ വിളമ്പുന്ന ആഹാരത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനാണ് വിജയ് സർക്കാരിന്റെ ആലോചന. ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ നൽകുന്നത് പരിഗണിക്കും. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയിൽ അടിമുടി മാറ്റം വരുത്താൻ വിജയ് സർക്കാർ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ നൽകാനാണ് ആലോചന. ബജറ്റിനു മുന്നോടിയായി ചൊവ്വാഴ്ച നടന്ന കൂടിയാലോചനയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനമായത്. ബിരിയാണി ഉൾപ്പെടെ മെനുവിൽ ഉൾപ്പെടുത്തുന്ന കാര്യം മുഖ്യമന്ത്രി വിജയുമായി സംസാരിക്കുമെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ അറിയിച്ചു. ഇക്കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ബിരിയാണി നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. നിലവിൽ സ്കൂളുകളിൽ വിളമ്പുന്ന ആഹാരത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ചർച്ചയിൽ തീരുമാനമായതായാണ് റിപ്പോർട്ടുകൾ. അധ്യാപകരുടെ പ്രതിനിധികളുമായും വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തി. ഉച്ചഭക്ഷണത്തിനുള്ള അരിയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്താനും കൂടുതൽ പോഷകാഹാരം മെനുവിൽ ഉൾപ്പെടുത്താനും ധാരണയായി. ആഴ്ചയിലൊരിക്കൽ ചിക്കൻ ബിരിയാണി വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന ആവശ്യം അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളാണ് ഉന്നയിച്ചത്. സ്കൂളിലെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും 12ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് നൽകണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നു. നിലവിൽ 10ാം ക്ലാസ് വരെയുള്ളവർക്കാണ് പ്രഭാത ഭക്ഷണം തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ വിളമ്പുന്നത്. നിലവിൽ സംസ്ഥാനത്തെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഓഗസ്റ്റ് 5-നാണ് വിജയ് സർക്കാർ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുക. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏതൊക്കെ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിലാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. അതേസമയം കേരളത്തിലെ ഉച്ചഭക്ഷണ മെനുവിൽ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ പുതിയ പരിഷ്കരണം വരുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അംഗനവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് മുട്ട ബിരിയാണി വിളമ്പി തുടങ്ങിയത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.